എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. എടവണ്ണയിൽ ശ്രദ്ധയാകർഷിച്ചതും വാശിയേറിയതുമായ മത്സരങ്ങൾ നടക്കുന്ന വാർഡുകളിലൊന്നാണ് പത്തപ്പിരിയം. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരത്തിലുള്ളത്. വാർഡിൽ വിജയമുറപ്പാണെന്ന് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പറയുന്നു. നല്ല ആത്മവിശ്വാസമാണ് നമുക്ക് ഈ ഒരു ആളുകളുടെ പ്രതികരണം കേൾക്കുമ്പോൾ. കഴിഞ്ഞ വർഷം വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ ഈ ഒരു 5 വർഷക്കാലം നമ്മൾ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ അവരുടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ ഇടയിൽ നിന്നുള്ള നല്ല പ്രതികരണമാണ് അത് നമ്മളെ ആത്മവിശ്വാസം ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈ വാർഡിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ആളുകളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നാടിൻ്റെ ഭാവിക്ക് വേണ്ടി, വികസന തുടർച്ചയ്ക്ക് വേണ്ടി എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള കുട അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രവർത്തകർക്കൊപ്പം വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥി. നിലവിൽ UDFന്റെ വാർഡിൽ ഇത്തവണ LDF വിജയം നേടുമെന്നാണ് സ്ഥാനാർത്ഥിയും പാർട്ടി പ്രവർത്തകരും പറയുന്നത്. പഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും വാർഡിൽ ചർച്ചയാക്കിയാണ് സ്ഥാനാർത്ഥി വീടുകൾ കയറി പര്യടനം നടത്തുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു വോട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു വോട്ട് ഇടതുപക്ഷത്തിലുണ്ട് എന്ന് ഞങ്ങൾ വീടുകൾ കയറുമ്പോൾ അവരിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് എടവണ്ണ ഗ്രാമപഞ്ചായത്തിനകത്ത് അഭിലാഷിൻ്റെയും നുസ്രത്ത് വലീദിൻ്റെയും നേതൃത്വത്തിലുള്ള കഴിഞ്ഞ 5 വർഷക്കാലം എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ സമഗ്രമായ വികസനത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി LDFൻ്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വോട്ടായി മാറാൻ വേണ്ടി പോവുകയാണ്. വിവേചനമില്ലാത്ത വികസനമാണ് ഇടതുപക്ഷം എടവണ്ണയിൽ മുന്നോട്ട് വെക്കുന്നത്. 22 വാർഡുകൾ കഴിഞ്ഞ കാലങ്ങളിൽ അത്തരത്തിൽ വിവേചനമില്ലാത്ത വികസനം നടത്തിയിട്ടും ഈ 12ാം വാർഡ് ഒട്ടേറെ പിന്നോട്ട് പോയ ഒരു അവസരമാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ വാർഡിനകത്ത് നടന്നത്. 1995 ഇടതുപക്ഷത്തിൻ്റെ ഒരു വികസനം 12ാം വാർഡ് പത്തപ്പിരിയത്തെ ജനങ്ങൾ കണ്ടിട്ടുള്ളത്. ആ ഒരു തുടർച്ച 95 ഈ 2025 പത്തപ്പിരിയം 12ാം വാർഡിൽ ആവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഞങ്ങൾക്ക് ഓരോ വീടുകളും കയറി ഇറങ്ങുമ്പോൾ കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. ആ വിജയത്തിന് ഈ നാടാകെ ഒരുമിക്കുന്ന ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം 12ാം വാർഡ് പത്തപ്പിരിയത്തുണ്ട്. എല്ലാ വിഭാഗം ആളുകളും ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ പത്തപ്പിരിയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി നുസ്രത്ത് വലീദ് അവരുടെ കുടയടയാളത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം ഈ നാട്ടിലെ ഓരോ വോട്ടർമാരും വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.
അപേക്ഷിക്കുകയാണ്. നീണ്ട 20-25 വർഷക്കാലം ഈ വാർഡിനകത്തുണ്ടായിട്ടുള്ള വികസനം എന്താണെന്ന് ഒന്ന് നടന്ന് കാണിച്ചു തന്നാൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടും. ഒന്നും നടന്നില്ല എന്ന് പോലെ ഇപ്പോഴും പഴയ രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മളെ പഞ്ചായത്തിനകത്ത് ഏറ്റവും മോശപ്പെട്ട അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ഒരു നഗരമായി ഈ കലന്തി നഗരം മാറി. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തണം. അപ്പോൾ ഞങ്ങൾ പാറപ്പുറത്ത് കിണർ കുഴിക്കണം. ഈ കിണറിൽ വെള്ളം കാണും എന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി ഓരോ വീടും കയറുമ്പോൾ അറിയാൻ കഴിയും. അപ്പോൾ നുസത്ത് വലീദ് ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഈ നഗറിനകത്തും ഈ വാർഡിനകത്തും നടത്താൻ വേണ്ടി കഴിയും. അതിന് മുമ്പ് കാലത്തുള്ള പൂർണ്ണ പരാജയം തിരുത്തുന്നതിന് വേണ്ടി നമുക്ക് വന്നിട്ടുള്ള ആ പിശക്, വോട്ടിങ്ങിൽ വന്നിട്ടുള്ള പിശക് തിരുത്താൻ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ഈ വാർഡിനകത്തുള്ള ആളുകൾ തയ്യാറായി നിൽക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, ഞങ്ങൾക്ക് ഒരു കാര്യങ്ങൾ നോണേ പറഞ്ഞ ഒരു ബൂട്ട് വേണ്ട. കഴിഞ്ഞ 9 വർഷക്കാലം ഈ കേരളം ഭരിച്ചിട്ടുള്ള സഖാവ് പിണറായിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതികൾ മാത്രം മതി വോട്ട് ചോദിക്കാൻ. ഒന്ന് പെൻഷൻ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ കൃത്യമായി 3600 രൂപയാണ് കഴിഞ്ഞ മാസം പെൻഷൻ കൊടുത്തത്. ഒരു കുടിശ്ശിക പോലുമില്ല. ഈ പ്രാവശ്യം 15-ാം തീയതി തൊട്ട് വീണ്ടും വിതരണം ചെയ്യാൻ പോവാം 2000 രൂപ. ഇത് കിട്ടി മരുന്ന് വാങ്ങുന്ന ആളുകളുണ്ട്, കടയിൽ കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ പെൻഷൻ കിട്ടിയാൽ ഇന്ന് പെൻഷൻ കിട്ടിയാൽ നാളെ കൊടുക്കുക എന്ന് പറഞ്ഞ് കടം വാങ്ങുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് പാവപ്പെട്ടവന് ഏക ആശ്രയമായി നമ്മുടെ ഈ കേരളത്തിലെ ഗവൺമെൻറ് മാറി എന്ന് മാത്രമല്ല, നമുക്കറിയാം ഇവിടുത്തെ കുട്ടികൾ ഉൾപ്പെടെ, ഈ നഗറിലെ കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന സ്കൂളാണ് GUP സ്കൂൾ. ആ സ്കൂളിനകത്ത് 4 കോടി രൂപയാണ് പണം മുടക്കിയിട്ടാണ് അവിടെ സ്കൂള് പ്രൈവറ്റിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള കിഫ്ബി വഴി നടപ്പാക്കിയുള്ള പദ്ധതി. അപ്പോൾ സ്കൂളും ആശുപത്രി തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നടപ്പാക്കിയതാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അഭിലാഷിൻ്റെയും വൈസ് പ്രസിഡന്റായിരുന്ന നുസത്ത് വലീദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളിൽ ഏറ്റവും കൂടുതൽ വീട് നൽകിയിട്ടുള്ള കേരളത്തിലെ 4ാമത്തെ പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് മാറി. പക്ഷെ അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ പോലും ഈ നഗറിലുള്ള ആർക്കും കഴിഞ്ഞില്ല എന്നുള്ള ഒരു സങ്കടം ഞങ്ങൾക്കുണ്ട്. അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാവരും ഉള്ളടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സഖാവ് റഹീമിന് അരിവാൾ ചുറ്റി നക്ഷത്രത്തിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജസീർ കുരുക്കൾക്കും അരിവാൾ ചുറ്റി നക്ഷത്രത്തിലും വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ തയ്യാറാവും ഈ വാർഡിലെ ജനങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ.